ബൈബിൾ പറയുന്ന ആദ്യത്തെ പാപം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് പോലെ അത് മനുഷ്യർ ദൈവത്തോട് കാണിക്കുന്ന അനുസരണക്കേടല്ല, മറിച്ച് ആദ്യത്തെ പാപം ബൈബിൾ പറയുന്നത് നുണ പറയുന്നതാണ്. അത് ചെയ്തത് പിശാചായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ പിശാച് പാമ്പിന്റെ രൂപത്തിൽ ഹവ്വായുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം തിന്നരുത് എന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? ഹവ്വ പറഞ്ഞു, ഞങ്ങൾക്ക് വൃക്ഷങ്ങളുടെ ഫലങ്ങൾ തിന്നാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നും അത് തൊടരുത് എന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. പിശാച് പറയുകയാണ്, അത് ദൈവം വെറുതെ പറയുന്നതാണ്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആ കള്ളമാണ് വേദപുസ്തകത്തിൽ നിങ്ങൾ കാണുന്ന ആദ്യത്തെ പാപം. ആ നുണയായിരുന്നു മനുഷ്യന്റെ വീഴ്ചയ്ക്ക് കാരണമായതും പിന്നത്തേതിൽ അവൻ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് പിശാച് പറഞ്ഞ ആ നുണയായിരുന്നു. നമ്മളിൽ പലരും നിസാരമായി കാണുന്ന ഒരു ചെറിയ തെറ്റാണ് നുണ പറയുക എന്നത്. ചിലർക്ക് നുണ പറയുന്നത് ഒരു രസമാണ്, ചിലർക്ക് നുണ പറയുന്നത് ഒരു ശീലമാണ്, ചിലർക്ക് ചെറിയ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗമാണ്. നമ്മൾ ചിന്തിക്കുന്നത് വെറും നിസ്സാരമായ കാര്യമല്ലേ, ചെറിയ കള്ളമല്ലേ, ആർക്കും ദോഷമുണ്ടാക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ നിസ്സാരമെന്ന് ചിന്തിക്കുന്ന, ദോഷമില്ല എന്ന് ചിന്തിച്ചു പറയുന്ന പല നുണകളും വലിയ പ്രശ്നങ്ങൾക്കകത്തേക്ക് പലപ്പോഴും നമ്മെ കൊണ്ടു ചെല്ലാറുണ്ട്. അതിന് കാരണം നുണ പറയുക എന്നത് ഒരു സാത്താന്യ സ്വഭാവമാണ് എന്നതാണ്. പിശാച് കള്ളനാണ് എന്ന് വിശുദ്ധ ബൈബിൾ പല ആവർത്തി നമ്മോട് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന പല ചെറിയ കള്ളങ്ങൾക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ നുണ പറയുന്നത് സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്ന അപമാനത്തെ ഭയന്നായിരിക്കാം. പക്ഷെ വാസ്തവത്തിൽ ഒരു സത്യത്തെ നമുക്ക് ദീർഘനാൾ മൂടിവെക്കാൻ കഴിയില്ല. ഒരു നാൾ അവർ ആ സത്യം അറിയും എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ചിന്തിച്ചതിനേക്കാൾ വലിയ അപമാനം നമുക്കുണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കള്ളം പറയുന്നതിനെ ഒരിക്കലും നിസാരമായി കാണാൻ പാടില്ല. വിശുദ്ധ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു? വ്യാജം പറയരുത് എന്ന് നിരവധി വാക്യങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും. ഇതൊരു ഗൗരവമായ പ്രശ്നമാണ് എന്ന് നിരന്തരമായി ബൈബിൾ നമ്മോട് സംസാരിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ 6 കാര്യങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വ്യാജമുള്ള നാവാണ് എന്ന് ആ ഭാഗം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഭോഷ്ക് പറയുന്നവർക്കുള്ള ഓഹരി എന്താണ് എന്ന് വിശുദ്ധ ബൈബിൾ സംസാരിക്കുന്നു. ഇങ്ങനെ നുണ പറയുന്നത് ഗൗരവമായ ഒരു തെറ്റാണ് എന്ന് വിശുദ്ധ ബൈബിൾ ആവർത്തിച്ച് നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല എന്ന് ബൈബിൾ പറയുമ്പോൾ വ്യാജം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്ന് ബൈബിൾ ഉറപ്പിച്ചു പറയുകയാണ്. നിർവ്യാജമായ അധരത്തെയും ഹൃദയത്തെയുമാണ് ദൈവം അന്വേഷിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ അബ്രഹാം അബീമേലെക്കിനോട് സാറ തന്റെ സഹോദരി എന്ന് കള്ളം പറയുന്നത് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ നുണ തന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് നമ്മൾ തുടർമാനമായി വായിച്ചാൽ വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും. എന്നാൽ ഗെത്സമന തോട്ടത്തിനകത്ത് യേശുവിനെ പിടിക്കാൻ പടയാളികൾ വരുമ്പോൾ യേശു പടയാളികളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ നസ്രയനായ യേശുവിനെ തിരയുന്നു. അവർക്ക് യേശുവിനെ ആ സമയം മനസ്സിലായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാൽ ബൈബിൾ പറയുന്നു ആ സമയത്ത് അത് ഞാനല്ല, അതാ ഓടിപ്പോയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കള്ളം പറഞ്ഞ് യേശുവിന് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ യേശു പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ തന്നെ. കാരണം യേശു ഒരിക്കലും നുണ പറഞ്ഞ് വ്യാജം പറഞ്ഞ് രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചില്ല. കാരണം വ്യാജം പറയുന്നത് ദൈവിക സ്വഭാവത്തിന്റെ ഭാഗമല്ല എന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. പ്രിയരെ, നുണ പറയുക എന്നത് ഒരു നിസാരമായ പാപമായി നമ്മൾ ഒരിക്കലും കാണരുത്. അത് തിരുത്തുവാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. സത്യം പറയുന്നത് ഒരു പക്ഷേ മറ്റൊരുവനെ സന്തോഷിപ്പിക്കില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾ ജനുവിനായിരിക്കുന്നത് ദൈവത്തെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ശദ്രക്കും മേശകും അബേദ്നെഗോവും പിടിക്കപ്പെട്ട് അവർ അഗ്നിയിലേക്ക് എറിയപ്പെടുമ്പോഴും അവർ ദൈവത്തെ ആരാധിച്ചു എന്ന് സത്യം പറയാൻ അവർക്ക് മടി കാണിച്ചില്ല. അവർ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി നിൽക്കുവാനിടയായി.
ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ നാവും ഹൃദയവും നിർവ്യാജമായിരിക്കട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ഗാഡ് ബ്ലസ് യു.